ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ പൊന്നുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളാണ്. ശരിക്കും ഇന്ന് അവൾക്ക് സ്കൂളിലുള്ള വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സ്കൂളിൽ ആർട്സ് ആയതുകൊണ്ട് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർബന്ധമൊന്നുമില്ല, കുട്ടികളെ വിടുന്നവർ വിട്ടാൽ മതി. അതുകൊണ്ട് പിന്നെ 2 ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും വല്ലപ്പോഴൊക്കെ അല്ലേ ലീവ് കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇന്ന് ലീവാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ അവളുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണാം. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പൊന്നു എണീറ്റത്. അപ്പോൾ ഒരു സാധാ ദിവസമാണ്, പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. അവളുടെ നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത ആ ദിവസം തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൊന്നുക്കുള്ള ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അവൾ അയറിമോളെയാണ് നോക്കുക. അപ്പോൾ അയറി എണീറ്റിട്ടുണ്ടെങ്കിൽ അവളെ ഒന്ന് കളിപ്പിച്ച് അവൾക്ക് 2 ഉമ്മയെല്ലാം കൊടുത്ത് എന്നിട്ടാണ് സ്കൂളിലേക്ക് പോകുന്ന ദിവസം വരെ അവൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോവുക. ഇനി എത്ര ടൈമില്ലെങ്കിലും അവൾ ഐറിനെ നോക്കാണ്ട് ഒന്നും ചെയ്യാറില്ല കേട്ടോ. അതിപ്പോൾ ഏത് ദിവസമാണെങ്കിലും എണീറ്റ് കഴിഞ്ഞ പാട് ഞാൻ അവൾ മുടി ഒന്ന് ചീവി കൊടുക്കും. മുടി ചീകിയതിന് ശേഷമാണ് അവൾ ബ്രഷ് ചെയ്യാനൊക്കെ പോവുക. അപ്പോൾ ആകെ ഒരു നൈറ്റ് കിടക്കുന്നതല്ലേ, അതിപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ മുടിയെല്ലാം ആകെ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായി ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അവൾ ബ്രഷ് ചെയ്യാനൊക്കെ പോയത്. പൊന്നൂനാണെങ്കിലും ഏറ്റവും മടിയുള്ള കാര്യമാണ് മുടി ഞാൻ കെട്ടാൻ വിളിക്കുക എന്ന് പറയുമ്പോൾ. മുടി കെട്ടാൻ വിളിക്കുന്നതാണ് എപ്പോഴും ഞങ്ങൾ അടിയായിരിക്കും കേട്ടോ. വരികയില്ല, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മുടി കെട്ടി കൊടുക്കുക എന്ന് പറയുന്നത്. ഒന്നാമത് ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണ്ടേ. ഞാനാണെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുമ്പോഴേക്കും അത് തെറ്റി പോകുന്നുണ്ട്, അനങ്ങലേന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തും. അപ്പോൾ അതവൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ. അതുകൊണ്ട് ഞാനും അവളെപ്പോഴും വഴക്കായിരിക്കും. അപ്പോൾ അങ്ങനെ രാവിലെ മുടികെട്ടലൊക്കെ കഴിഞ്ഞിട്ട് അവൾ ബ്രഷൊക്കെ ചെയ്തു മുഖമെല്ലാം കഴുകി വന്നിട്ടുണ്ട്. ആളിപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തിയത് മുതൽ ഒറ്റയ്ക്കാണ് കേട്ടോ ബ്രഷ് ചെയ്യലൊക്കെ, അല്ലെങ്കിൽ എപ്പോഴും എന്നെയാണ് രാവിലെ വിളിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തലേ ദിവസം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ 2 ബോക്സ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ബോക്സ് ഉണ്ടാക്കുന്ന ടൈം പൊന്നു നല്ല ഉറക്കമായിരുന്നു, അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവൾ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ എന്ത് പണി ചെയ്യുകയാണെങ്കിലും എൻ്റെ ബാക്കിൽ എൻ്റെ കൂടെ എന്നെ എല്ലാ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ പൊന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ടൈം ആൾ ഭയങ്കര ഉറക്കമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്നത് അവൾക്ക് പറ്റില്ല, അവളെടുക്കുന്നത് എനിക്ക് പറ്റില്ല. അപ്പം അടിയാണെങ്കിൽ പോലും എനിക്ക് എല്ലാ ഹെൽപ്പിനും ഉണ്ടാകുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവൾ ഉറക്കമായതുകൊണ്ട് തന്നെ ഇത് ഒന്നും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാനത് കാണിച്ചെടുത്തു. അതിന് ശേഷമാണ് ചായ കുടിക്കാൻ പോയത്. അപ്പോൾ ചായ ചില ദിവസം ഞാൻ കൊടുക്കണം, അതല്ലാത്ത ദിവസമൊക്കെ അവൾ ഒറ്റയ്ക്ക് കുടിക്കും. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടട ആയിരുന്നു കേട്ടോ. ഓട്ടടയും മീൻകറി ആയിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, മുടിയെല്ലാം ചീവി കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്ന ആ ഒരു ടൈം ആയപ്പോഴേക്കും ആളുടെ കഴുത്തിലൊരു ഷോളുണ്ട്. അതെപ്പോഴും അവൾ ഇട്ടു കേട്ടോ. അതിനിപ്പോൾ കളിക്കാനാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലൊക്കെ ഒരു ഷോൾ അവൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ TV കാണുമായിരുന്നു. അവളുടെ ഫേവറേറ്റ് കാർട്ടൂണാണ് ബാലവീർ. അതെപ്പോഴും അവൾ കാണും. കൊച്ചു TVയിൽ ബാലവീർ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും ചാനൽ മാറ്റാനൊന്നും പറ്റില്ല, അവൾ മാറ്റി തരികയില്ല. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ അത് കഴിയുന്നതിന് മുമ്പ് തന്നെ ആൾക്കത് ബോറായപ്പോൾ TV എല്ലാം ഓഫ് ചെയ്ത് പിന്നെ കളിക്കാൻ തുടങ്ങി. നോർമലി ശരിക്കും വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന കുട്ടികൾക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊരു മടുപ്പായിരിക്കും. നേരെ മറിച്ച് അവളുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ പൊന്നുൻ്റെ അവസ്ഥ അത് തന്നെയാണ്. കുറച്ച് നേരം എല്ലാ ഐറ്റംസും എടുത്ത് കളിക്കും. അതിന് ശേഷം പിന്നെ അവൾ എൻ്റെ പുറകെയോ പിന്നെ വീട്ടിലുള്ള ആരുടെങ്കിലും ബേക്കിൽ വരും, എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാവം തോന്നും. ശരിക്കും ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ. കൂടെ ആരെങ്കിലും ഒരാളും കൂടെ കളിക്കുകയാണെങ്കിൽ ആൾക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ കുറച്ച് ടൈമൊക്കെ അതുകൊണ്ടൊക്കെ കളിച്ചിരുന്നു. പിന്നെ അവൾക്ക് അതും അടുത്തിട്ടോ. പിന്നെ മെയിനായിട്ട് എൻ്റെ വീട്ടിൽ അവളുടെ കൂടെ ബാക്കിൽ അവളുടെ എല്ലാ കളിക്കും നിന്ന് കൊടുക്കുന്ന ഒരാൾ ഉപ്പയാണ്. അപ്പോൾ പിന്നെ അവൾ ഉപ്പാൻ്റെ ബാക്കിലായിപ്പോയി. അപ്പോൾ എങ്ങോട്ടോ പോവാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ 2 ആളും കൂടെ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയിലാണ് പൊന്നുള്ളത്. ഇപ്പോൾ കൂടെ വരാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഹാപ്പിയിലായിരുന്നു. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇത്ര ചെറുപ്പത്തിലെ സ്കൂളിൽ ചേർത്തിയതും. ആൾക്ക് വീട്ടിലൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ബോറിംഗ് ആണ് ചില ദിവസമൊക്കെ.
അങ്ങനെ ഉപ്പ എന്താക്കിയിട്ടുണ്ട്, അവളുടെ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആ റോഡ് വരെ പോയിട്ട് വരും. എന്നാലും അവൾക്കതൊരു സന്തോഷമാണ്. അപ്പോൾ അവൾ പോയ ആ ഒരു ടൈമിൽ എൻ്റെ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ ഉമ്മച്ചി നേരത്തെ വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മസാല ആക്കിയിട്ട് പൊരിക്കുന്ന ഒരു പണി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അരിഞ്ഞ് അതെല്ലാം ഒന്ന് ഉപ്പേരിയെല്ലാം വെച്ചു. ആ ഒരു തിരക്കിട്ട ജോലിയൊക്കെ ഞാൻ എന്താക്കി അവൾ വരുന്നതിന് മുമ്പ് തന്നെ തീർത്തു. ഇപ്പോൾ ഐറിമോൾ ആയതിനു ശേഷം പൊന്നു ഭയങ്കര ഹാപ്പിയാണ്. കൂടെ അവൾക്ക് ഒരാളെയും കൂടെ കിട്ടിയതിനുള്ള സന്തോഷം എനിക്ക് വേറെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ സ്കൂളിൽ ചേർത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ചെറുപ്പത്തിൽ അവളെ സ്കൂളിൽ ചേർത്തിയതിന് എന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് 3.5 വയസ്സായിട്ടേ ഉള്ളൂ, 4 വയസ്സായിട്ടില്ല. അപ്പോൾ അവളെ ക്ലാസ്സിലാണെങ്കിൽ പോലും അവളാണ് ഏറ്റവും ചെറിയ കുട്ടി. അപ്പോൾ ഞാൻ മെയിനായിട്ട് വിചാരിച്ചത്, വീട്ടിലിങ്ങനെ ഇരുന്ന് എത്രയായാലും കുട്ടികൾക്ക് ഒരു മടുപ്പ് വരും. നമുക്കൊരു പരിധി ഉണ്ടല്ലോ അവരുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ ജോലികളെല്ലാം തീർത്ത് നമ്മൾ കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഇരിക്കും. അപ്പോൾ സ്കൂളിലാകുമ്പോൾ മെയിനായിട്ട് അവളുടെ ആ ഒരു ബോറിങ് മാറിക്കിട്ടും. പിന്നെ സ്കൂളിൽ പോയി കുട്ടികളെല്ലാം കാണുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം ഒന്ന് റെഡി ആവുമല്ലോ. അങ്ങനെ വിചാരിച്ച് ചേർത്തിയതാണ് ഞാൻ. എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് കസേരയിൽ ഇരിക്കുകയാണ്. ജസ്റ്റ് ഇവിടുന്ന് വീടിൻ്റെ അടുത്തുള്ള ആ ഒരു റോഡ് വരെ മാത്രമാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വന്നപ്പോഴേക്കും ആൾക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. വന്നവിടെ എന്തെങ്കിലും തിന്നാൻ താന്നാണ് ചോദിച്ചിട്ട് വന്നത്. അങ്ങനെ ഞാൻ പാലും കുറച്ച് ബേക്കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി. സ്കൂളില്ലാത്ത ദിവസം ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറക്കാറുണ്ട്, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. മൊബൈൽ ഫോൺ ചോദിക്കും. എപ്പോഴും ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടാണ് അവൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ അന്നത്തെ ദിവസം മൊബൈലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും എന്നോട് ഫോണൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ സാമ്പാർ കറിയും മീനും ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. ആളുടെ ഫേവറേറ്റാണ് പപ്പടം. പപ്പടം ഇല്ലാതെ ഒരു ദിവസം പോലും ആൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ചോറ് അന്നത്തെ ദിവസം എന്നോട് വാരി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് വാരി തിന്നാൻ കുറച്ച് മടിയാണ്. രാവിലത്തെ ചായയൊക്കെ ഒറ്റയ്ക്ക് കുടിക്കും. ചില ദിവസം ആൾക്ക് നല്ല മൂഡാണെങ്കിൽ ഒറ്റയ്ക്ക് തിന്നട്ടോ, അല്ലാത്ത ദിവസമൊക്കെ ആരെങ്കിലും വാരി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയ ആ ഒരു ടൈം ആൾ ഫോൺ എടുത്തിട്ട് കാണുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം വേഗം ആളെ ഉറക്കി കേട്ടോ. ഉറക്കി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞ പാടെ അവൾ എണീക്കും. ഉറക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അൺബോക്സിങ് ചെയ്യുന്ന ആ ഒരു ത്രില്ലിലായിരുന്നു പിന്നെ പൊന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ തുറന്നു. എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അധികമൊന്നുമില്ല കേട്ടോ. അവൾക്ക് കളിക്കാനുള്ള ഒരു 2-3 ഐറ്റമും ടോയ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ആയിട്ട് പൊന്നു എന്നോടാണെങ്കിലും ഇക്കാനോടാണെങ്കിലും ഒക്കെ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഡോക്ടറിൻ്റെ കിഡ്സ് പ്ലേൻ്റെ ഡോക്ടർ സെറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വേണമെന്നുള്ളത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വിവരവുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കളിക്കുന്ന ഒരിത് വേണമെന്ന് അവൾ എപ്പോഴും പറയുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ ഹാപ്പി ആയിട്ടോ. ചില ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം മൂഡ് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ ആ ഒരു മൂഡ് റെഡിയാക്കി എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആളുടെ മൂഡൊക്കെ ഒന്ന് ശരിയായി. പിന്നെ അതൊക്കെ എടുത്ത് കളിയിലായി. ഇപ്പോൾ ചോക്ലേറ്റൊന്നും ആൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ഒരു കളിക്കുന്ന ആ ഒരു ഐറ്റം എല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ പൊന്നൂക്ക്. അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ ചായ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അധികം അവൾ ചൂടുവെള്ളമാണ് കുടിക്കാറ്. അപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ നിർബന്ധിക്കാറില്ല. പാൽ ചായ എല്ലാം കൊടുത്താൽ അവൾക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെയും കുടിക്കുക കട്ടൻ ചായയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ചായയൊന്നും ആൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായിരിക്കും അത് ഈ ഒരു ഇതിൽ മിസ്സായിപ്പോയത്. പിന്നെ രാത്രി ഫുള്ള് അവൾ ഇതുകൊണ്ടുള്ള കളിയായിരുന്നു കേട്ടോ. ഒരു 10 മണി 11 മണിക്ക് ആകുമ്പോഴാണ് പൊന്നു ഉറങ്ങാറ്. അതിൻ്റെ ഇടയിൽ അവൾ അവളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും കളിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. രാത്രി ഒരു 9 മണി 9:30 ആയപ്പോഴേക്കും ഞാൻ ചോറ് വിളമ്പിയിട്ട് അവൾക്ക് ചോറ് വാരി കൊടുത്തു. ചോറ് വാരി കൊടുത്തതിന് ശേഷം പിന്നെ അവൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ആൾ പോയിട്ട് ഉറങ്ങിയത്. പൊന്നുവിൻ്റെ ഒരു ദിവസത്തെ നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങളിന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.